പോകും. മുന്നിൽ എന്താണ് ഉള്ളതെന്ന് ശ്രദ്ധിക്കില്ല. അതാണ് മെയിൻ പ്രശ്നം. നിങ്ങൾക്ക് അനുഗ്രഹമുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ മുന്നിൽ എന്താണ് ഉള്ളതെന്ന് ശ്രദ്ധിക്കേണ്ട. എടുത്ത് ചാടി കാലെടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് നോക്കൂ, അയ്യോ ഇവിടെ ചളിയായിരുന്നു, ഇവിടെ ചാണക്കുഴിയായിരുന്നു എന്ന രീതിയിൽ. ഓക്കെ, അതാണ് അവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് ചെയ്യുന്നുള്ള, ഏതാണ് ചെയ്യുന്നുള്ള അതിനെക്കുറിച്ച് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയുന്ന കാര്യം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവമുള്ളതാണ്, അറിയുന്നുള്ളതാണ്. ആർച്ച ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അനുഭവമുള്ളതാണ്, നിങ്ങൾക്കെല്ലാം അനുഗ്രഹവും ഉള്ളതാണ്. പക്ഷെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നു. ദൈവത്തിനോട് വിശ്വാസം ഈ ഫുൾ കാർഡ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ ദൈവത്തിൻ്റെ മുകളിൽ പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് മുന്നിൽ കുഴിയാണ്, നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ആ കുഴിയിൽ വീണ പിന്നെ അയ്യോ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കും. ആ രീതിയിൽ നിങ്ങളാകണ്ട. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ് വെക്കേണ്ടതെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ അതിൻ്റെ വരായികകളും എല്ലാം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പറയും കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ അവരുടെ മുന്നിൽ ഇടുമ്പോഴും ഇല്ല, നിങ്ങളായിട്ട് അവർ പറയുമ്പോഴും നിങ്ങളത് എന്തിനു പറഞ്ഞു എന്ന് അവരോട് തർക്കിക്കാതെ ആ കാര്യം പറഞ്ഞത്, ആ കാര്യത്തിന് എന്താണ് ചെയ്യേണ്ടത്, അവരെന്തിനാണ് ചെയ്തത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് അതിനെ പറ്റി കുറിച്ച് അവിടെ ചർച്ചയല്ല വേണ്ടത്, അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അവിടെ ചെളിയുണ്ടോ, വെള്ളമുണ്ടോ, കുഴിയുണ്ടോ, മണ്ണുണ്ടോ, കല്ലുണ്ടോ, ചില്ലുണ്ടോ, ഇങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ട് വെക്കേണ്ടത്. അല്ലാണ്ട് ആ മാനത്തിൽ നോക്കിയിട്ട് എടുത്ത് കാല് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കമ്പിയായിട്ട് ഇട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പ്